പരിശുദ്ധ അമ്മയുടെ വ്യക്തിജീവിതത്തെ ഏറ്റവും കൂടുതൽ സുവിശേഷാത്മകമായി ധ്യാനിക്കുന്ന മാസമാണ് ഒക്ടോബർ മാസം. ഈശോയുടെ ദൈവികമായ ദൗത്യത്തെ ഈ ഭൂമിയിൽ ഏറ്റവും സജീവമായി അവതരിപ്പിച്ച ആദ്യ ശിഷ്യയും ആദർശ ശിഷ്യയുമാണ് പരിശുദ്ധ അമ്മ എന്ന് നമ്മൾ പറയും. പരിശുദ്ധ അമ്മ ഏറ്റെടുത്ത ദൗത്യം അത് ക്രിസ്തുവിനെ ലോകത്തിൽ അറിയിക്കുക, ക്രിസ്തുവിനെ ലോകത്തിൽ കൊടുക്കുക എന്ന ആ ദൗത്യം ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം യാചിച്ചുകൊണ്ട് കൂടുതൽ സജീവമാക്കുന്ന അവസരമാണിത്. മിഷൻ എന്ന് പറയുന്നത് അത് എല്ലാ ക്രൈസ്തവ വിശ്വാസിയുടെയും വിശ്വാസ ജീവിതത്തിൻ്റെ ഭാഗമാണ്. മിഷൻ സൺഡേ നമ്മൾ ആചരിക്കുകയാണ് ഈ മാസം. എൻ്റെ മിഷൻ എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ ഏറ്റവും ആത്മാർത്ഥമായി നിറവേറ്റുന്നു എന്ന് പറയുവാൻ ഒരു വിശ്വാസിക്ക് കഴിയണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം യാചിച്ച് പ്രാർത്ഥിക്കുക ഏറ്റവും നല്ല വഴിയാണ്. അതാണ് നല്ല വഴി. ഒരുപക്ഷെ കാവ്യാമൃതത്തിൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന ഈ ഗാനങ്ങളൊക്കെയും നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഏറ്റവും സജീവമായി നിലനിർത്തുകയും നമ്മുടെ ദൗത്യം എന്ത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ്. ക്രിസ്തുവിനോട് ചേർന്ന് ദൈവപിതാവിൻ്റെ പരിപാലനയുടെ സന്ദേശവാഹകരാകുവാൻ ഒരുപക്ഷെ ഈ ഗാനങ്ങൾ നമ്മളെ പ്രചോദിപ്പിച്ചേക്കാം. കാവ്യാമൃതത്തിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. എൻ്റെ ജീവിതത്തിൻ്റെ ആനന്ദം ഈശോയാണ് എന്ന് തിരിച്ചറിയുന്ന ഏതൊരു ഭക്തനും ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്ന ദൗത്യം ഏറ്റവും എളുപ്പം നിറവേറ്റുവാൻ കഴിയുന്നവരാണ്. ഈശോയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആനന്ദം എന്ന് പാടി പ്രാർത്ഥിക്കുവാൻ ഒരുപക്ഷെ മലയാളിയെ ഏറ്റവും കൂടുതൽ പ്രാപ്തനാക്കിയ ഒരു ഗാനമുണ്ട്. ദൈവപുത്രൻ എന്ന സംഗീതാൽബത്തിൽ ദാസേട്ടൻ്റെ അതിമനോഹരമായ സ്വരമാധുരിയിൽ നമ്മുടെ ആത്മീയമായ ദർശനങ്ങൾ ഏറ്റവും ചാതുര്യത്തോടുകൂടി വർണ്ണിക്കപ്പെട്ട ഒരു മനോഹരമായ ഗാനം നിത്യകവാടമേ തുറന്നാലും മാത്യു മുത്തേടം എഴുതി റെക്സ് ഐസക് ജോബ് ടീമംഗങ്ങൾ മനോഹരമായി ഈണമിട്ട ഈ ഒരു ഗാനം കേൾക്കാത്ത മലയാളികളുണ്ടാവില്ല. ഇന്നും പലരുടെയും ചുണ്ടുകളിൽ ആ ഗാനമുണ്ട്, പലരുടെയും മൊബൈലുകളിൽ ഈ ഗാനം റിംഗ് ടോൺ ആയിട്ടുണ്ട്. ഏറെ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ പ്രേരിപ്പിക്കുന്ന ഈ ഒരു ഗാനത്തിൻ്റെ സവിശേഷത ഏത് സമയത്തും ദൈവികമായ ഒരു ദർശനത്തിലേക്ക് നമ്മളെ അത് ഉയർത്തുവാൻ കഴിയുന്നു എന്നുള്ളതാണ്. സ്വർഗീയ സൂനമേ വിരിഞ്ഞാലും എന്ന് പറയുന്ന സ്റ്റാൻസ, ആ ഈരടികൾ വളരെ മനോഹരമാണ്. കൂരിരുൾ തിങ്ങും മാനസവീഥിയിൽ താരകമായി നീ വിരിഞ്ഞാലും എന്നാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മളുടെ മനസ്സ്, ഹൃദയം വേദന കൊണ്ട്, ദുഃഖങ്ങൾ കൊണ്ട് ഇരുളടഞ്ഞതായി നമുക്ക് തോന്നുന്ന നിമിഷങ്ങളിലൊക്കെയും ഒരു ചെറിയ മെഴുതിരി പോലെ, ഒരു ചെറിയ മെഴുതിരിയുടെ പ്രകാശം പോലെ പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്ന യേശുവിൻ്റെ ദർശനം അത് നമുക്ക് ആനന്ദമാകുന്നു എന്ന് ഈ ഗാനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ദാസേട്ടൻ്റെ സ്വരത്തിലൂടെ മലയാളികൾ കേട്ട ഈ ഗാനം നമ്മൾക്ക് ഒരു പുതിയ സ്വരത്തിലൂടെ ഇപ്പോൾ കേൾക്കാം. നിത്യകവാടമേ തുറന്നാലും സത്യപ്രകാശമേ വഴിഞ്ഞാലും പരമദയാമൃതം ചൊരിഞ്ഞാലും യേശുവേ നീ
എന്നാലംബമേ നിത്യകവാടമേ തുറന്നാലും സത്യപ്രകാശമേ വഴിഞ്ഞാലും പരമദയാമൃതം ചൊരിഞ്ഞാലും യേശുവേ നീ എന്നാലംബമേ സ്വർഗീയ സൂനമേ വിരിഞ്ഞാലും സ്വർഗ സൗഭാഗ്യം പകർന്നാലും സ്വർഗീയ സൂനമേ വിരിഞ്ഞാലും സ്വർഗ സൗഭാഗ്യം പകർന്നാലും ഊരിരുൾ ചൂഴും മാനസവീഥിയിൽ താരകമായി നീ തെളിഞ്ഞാലും നിത്യകവാടമേ തുറന്നാലും സത്യപ്രകാശമേ വഴിഞ്ഞാലും പരമദയാമൃതം ചൊരിഞ്ഞാലും യേശുവേ നീ എന്നാലംബമേ വാരുളി ചിന്തിയെന്നാത്മാവിൽ വാർമഴവില്ലായി വാഴുക നീ വാരുളി ചിന്തിയെന്നാത്മാവിൽ വാർമഴവില്ലായി വാഴുക നീ യുവചേതനകൾ പൂവണിയാൻ ജീവജലം നീ തൂകണമേ നിത്യകവാടമേ തുറന്നാലും സത്യപ്രകാശമേ വഴിഞ്ഞാലും പരമദയാമൃതം ചൊരിഞ്ഞാലും യേശുവേ നീ എന്നാലംബമേ നിത്യകവാടമേ തുറന്നാലും സത്യപ്രകാശമേ വഴിഞ്ഞാലും പരമദയാമൃതം ചൊരിഞ്ഞാലും യേശുവേ നീ എൻ ആലംബമേ ഈശോയുടെ രൂപം, ഈശോ എന്ന നാമം, ഇത് രണ്ടും ഒരാളുടെ മനസ്സിൽ ഉറയ്ക്കുന്നുവെങ്കിൽ അത് ഒരു ദിവസം കൊണ്ട് നടക്കുന്നൊരു പ്രക്രിയയുടെ ഫലമായിട്ടല്ല, മറിച്ച് നിരന്തരമായ ധ്യാനം, പ്രാർത്ഥന, ഈ ധ്യാനവും പ്രാർത്ഥനയും കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യമാണ്. ഈശോയെ ഭക്തിയോടുകൂടി ധ്യാനിക്കുകയും ഈശോയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഏതൊരാളുടെ മനസ്സിലും ഹൃദയത്തിലും നിറഞ്ഞു നിൽക്കുന്നു ഈ രൂപവും നാമവും. കരൾ നിറഞ്ഞു നിൽപ്പു സുന്ദരമായ നിൻ്റെ രൂപം, മനസ്സ് മുഴുവൻ ഈ രൂപമാണ്. നിൻ്റെ വരവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. ആരൊക്കെ എന്നെ വിട്ടുപോയാലും രാത്രിയുടെ അവസാന യാമം വരെ ഉറങ്ങാതെ തിരികെടുത്താതെ നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. പി സുശീല പാടി അനശ്വരമാക്കിയ അതിമനോഹരമായ കരൾ നിറഞ്ഞു നിൽപ്പു എന്ന ഗാനം
നൂറ്റാണ്ടിന് മുമ്പേ മലയാളിയുടെ മനസ്സിൽ ഇടം നേടിയതാണ്. മലയാളികളായിട്ടുള്ള എല്ലാ ക്രൈസ്തവരും ഒരുപക്ഷെ ഒരിക്കലെങ്കിലും മനസ്സിൽ പാടി നോക്കിയിട്ടുള്ള ഗാനവുമാണിത്. മനോഹരമായ ഈ ഗാനം നമുക്ക് കേൾക്കാം. ഈശോയുടെ രൂപം, ഈശോയുടെ നാമം, ഇത് രണ്ടും നമ്മുടെ ചുണ്ടിലും ഹൃദയത്തിലും നിറഞ്ഞു നിൽക്കട്ടെ. കരൾ നിറഞ്ഞു നിൽപ്പൂ കനകരശ്മി വീശി വീശി യേശുവേ എൻ പ്രിയനേ നിൻ മധുരരൂപം കരൾ നിറഞ്ഞു നിൽപ്പൂ കനകരശ്മി വീശി വീശി യേശുവേ എൻ പ്രിയനേ നിൻ മധുരരൂപം ജീവിതത്തിൻ്റെ ഏറ്റവും ദുരന്ത നിമിഷങ്ങളിൽ ഒരുപക്ഷെ മറ്റെല്ലാവരും നമ്മളെ കൈവിട്ട് കളയുന്നു എന്ന് നമുക്ക് അനുഭവപ്പെടുന്ന നിമിഷങ്ങളിൽ സ്വാഭാവികമായും മാനുഷികമായ ബലഹീനതകളാൽ നമ്മൾ തളർന്നു പോയേക്കാം. എന്നാൽ ചില
വാക്കുകൾ അത് ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന് നമ്മളെ അനുഭവിപ്പിക്കുന്ന ചില ഈണങ്ങളുണ്ട്. ഇന്ന് നമ്മൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്ന ഈ ഗാനം, ഞാൻ നിന്നെ മറന്നിടുമോ, ഒരു നാളും ഞാൻ നിന്നെ കൈവിടുകയില്ല, ഒരിക്കലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് നമ്മളുടെ ഓരോ നിമിഷവും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന അതിമനോഹരമായൊരു ഗാനം. യേശുവിനെ ജീവിതത്തിൽ ദൈവമായി അംഗീകരിക്കുന്ന ഏവർക്കും അനുഭവപ്പെടുന്ന ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ കരുത്തു നൽകുന്ന ഗാനമാണ്. ദൈവം നമ്മളെ ഒരിക്കലും കൈവിടില്ല എന്നുള്ള അടിയുറച്ച വിശ്വാസം ഏത് തമോ ഗർത്തങ്ങളിലും എത്ര കാലം വേണമെങ്കിലും മറ്റാരുടെയും സഹായമില്ലാതെ പോലും കഴിയുവാൻ നമുക്ക് സാധിക്കുമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് സമീപകാലത്തെ ചില വലിയ സാക്ഷ്യങ്ങൾ. ഭീകരരുടെ പിടിയിൽ അകപ്പെടുമ്പോഴും ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന ഒരു സാധ്യതയും കാണാത്ത അവസരത്തിൽ ദൈവത്തിൽ പ്രതീക്ഷയർപ്പിച്ച് ദൈവം സംരക്ഷിക്കും, ദൈവം എന്നെ കൈവിടില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുവാൻ ഒരു വിശ്വാസിക്ക് കഴിയുന്നു എങ്കിൽ അത് ഏറ്റവും ദൃഢമായ ബോധ്യത്തിൽ നിന്നുള്ള ഒരു അനുഭവമായി മാറുകയാണ്. ലോകം മുഴുവൻ അത് ശ്രദ്ധിക്കുകയാണ്. എൻ്റെ വിശ്വാസം അത് അടിയുറച്ചതാണെങ്കിൽ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ അതെന്നെ പ്രേരിപ്പിക്കുന്നു. ആ വിശ്വാസത്തിന് വേണ്ടി ഞാൻ ജീവിക്കുമ്പോൾ അത് വലിയ സാക്ഷ്യമായി മാറുന്നു. ഈ ഗാനം മെറിൻ്റെ മനോഹരമായ സ്വരത്തിലൂടെയാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. നമുക്ക് കേൾക്കാം പ്രാർത്ഥനാപൂർവം ഈ ഗാനം.
ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്നത് ഒരാവേശമായി അനുഭവപ്പെടുന്ന ഏതൊരു ക്രിസ്തു ഭക്തനും തൻ്റെ ഏതൊരു പ്രവൃത്തിയും സാക്ഷ്യമായി മാറുക. അത്തരത്തിൽ സാക്ഷ്യമാകുന്ന ഒട്ടനവധി ജീവിതങ്ങൾ ഈ നാളുകളിൽ നമ്മൾക്ക് പരിചിതമാണ്. എല്ലാ രംഗങ്ങളിലും, ഏത് രംഗങ്ങളിലും, നമ്മൾ ഇടപെടുന്ന ഏത് മേഖലയിലും ഈ ഒരു ക്രിസ്തു സാക്ഷ്യം സജീവമായി നിലനിർത്തുവാൻ നമുക്ക് സാധിക്കും. ശാലോം TV ചെയ്യുന്നത് മാധ്യമരംഗത്തുള്ള ഏറ്റവും സജീവമായ ക്രൈസ്തവ സാക്ഷ്യമാണ്. ക്യാമറയ്ക്ക് മുമ്പിലും ക്യാമറയ്ക്ക് പിന്നിലും ഇരുവശങ്ങളിലുമൊക്കെയായി ധാരാളം ആളുകൾ നിന്നുകൊണ്ടാണ് ക്രിസ്തുവിന് വേണ്ടി ഒരു സാക്ഷ്യ സ്വരൂപം സൃഷ്ടിച്ചെടുക്കുക. കാവ്യാമൃതത്തിൻ്റെ എപ്പിസോഡുകളിൽ നമ്മൾ കേട്ട ഗാനങ്ങൾ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ എല്ലാവരും ഈ ഒരു മാധ്യമ സാക്ഷ്യത്തിൻ്റെ സൂക്ഷിപ്പുകാരാണ്. ക്രിസ്തുവിനോടുള്ള വിശ്വാസം, ക്രിസ്തുവിനോടുള്ള ഭക്തി, അത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴും സജീവമാക്കി നിർത്തുവാൻ കഴിയുക. അതൊരു മിഷനാണ്, അതൊരു പാഷനാണ്. ഈയൊരു തീവ്രമായ ആഗ്രഹം നമ്മളുടെ ദൗത്യത്തെ എന്നും സജീവമാക്കി നിർത്തും. ഈശോയുടെ നാമം, ഈശോയുടെ രൂപം, അത് നമ്മുടെ കരളിൽ നിറഞ്ഞു നിൽക്കുന്ന രൂപമാണ്. ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല എന്ന അവിടുത്തെ ഏറ്റവും കരുത്തു നൽകുന്ന വാഗ്ദാനം, അത് നമുക്ക് ശക്തിയാണ്. ഏത് ഇരുട്ടിലും നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന ദീപമാണ് അവിടുന്ന് എന്നുള്ള വിശ്വാസം. അനർത്ഥങ്ങളിൽ അവിടുന്ന് നമ്മളെ ഒരിക്കലും കൈവിടില്ല എന്നുള്ള തിരിച്ചറിവ് ജീവിതത്തിൽ ക്രിസ്തുവിന് ഏറ്റവും ഉറച്ച സാക്ഷികളാകുവാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. ഒരുപക്ഷെ മിഷൻ സൺഡേ ആഘോഷിക്കുമ്പോഴും നമ്മുടെ തൊഴിലിടങ്ങളിൽ, വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ, കുടുംബത്തിൽ ഓരോ നിമിഷവും ഓരോ വാക്കും നമ്മൾ പറയുമ്പോഴും അതിൻ്റെ പിന്നിൽ ക്രിസ്തുവിന് വേണ്ടിയുള്ള ജീവിക്കുവാനുള്ള ഒരു അമിതമായ ആഗ്രഹം, പാഷൻ നമ്മളെ നയിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരുപക്ഷെ ഈയൊരു തീവ്രമായ ആഗ്രഹം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷവും നമുക്ക് ജീവിക്കുവാൻ കൊതി തോന്നിപ്പിക്കുന്ന തീവ്രമായ ആഗ്രഹമായി മാറട്ടെ. ദൈവം നമ്മോടുകൂടെ എന്നുള്ള വലിയൊരു ദർശനം പരിശുദ്ധ അമ്മ നമുക്ക് ഈ ഒരു മാസം നൽകുന്നുണ്ട്. ഒക്ടോബർ മാസത്തിൻ്റെ, ജപമാല മാസത്തിൻ്റെ പ്രാർത്ഥനാ മന്ദിരങ്ങളിൽ അമ്മയുടെ മാധ്യസ്ഥ്യവും നമുക്ക് ശക്തിയാണ്. ആദ്യ ശിഷ്യയും ആദർശ ശിഷ്യയുമായ പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥ്യം, അമ്മയുടെ മാധ്യസ്ഥ്യത്തോട് അപേക്ഷിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ആസ്വദിച്ച നിങ്ങൾക്കെല്ലാവർക്കും പരിശുദ്ധ അമ്മ ധാരാളം അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. സത്യസൗന്ദര്യ സ്നേഹമാധുര്യം വഴിയുന്ന നിസ്തുല കാവ്യാമൃതം മുഖരാം നമുക്കിനി നമ്മളിൽ